ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ആസിഫ് മുഹമ്മദ് കൂടി ചേരുകയാണ്. ആസിഫ്, 600ഓളം കുടുംബങ്ങളാണ് പെരുവഴിയിലാകും എന്ന ആശങ്കയുമായി സമരമുഖത്തുള്ളത്. അവരുടെ പ്രതികരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിലൊരു മറ്റൊരു വശം കൂടെ ഉണ്ട്. കാരണം ഈ മുനമ്പം കമ്മീഷനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നൊരു നിലപാട് ശരിക്കും സമരസമിതി നേതാക്കൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ആദ്യഘട്ടത്തിൽ തന്നെ പല ആളുകളും സംസാരിച്ചപ്പോൾ ഈ മുനമ്പം കമ്മീഷൻ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും പൂർണ്ണമായും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യഘട്ടത്തിൽ മുനമ്പം കമ്മീഷനെ നിയമിച്ചപ്പോൾ തന്നെ ഇവർ അതിനെതിരെ അന്ന് സമരം ചെയ്യുകയും പിന്നീട് ആ കമ്മീഷനിലൂടെ പ്രശ്നം പരിഹരിക്കുവാണെങ്കിൽ അങ്ങനെ പരിഹരിക്കപ്പെടട്ടെ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു നിലപാട് എടുത്താണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഏതായാലും അത്തരത്തിലൊരു ആ കമ്മീഷൻ വന്നതോടുകൂടി ആ രീതിയിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് സ്വാഭാവികമായും അവരും ആഗ്രഹിച്ചിരുന്നു. ആ തരത്തിലെങ്കിലും അതിന് പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്ന്. കാരണം കാലങ്ങളായി ഈ ഒരു വിഷയം ഉന്നയിച്ച് ഇവർ ചൂണ്ടിക്കാണിച്ച് സമരത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ മുനമ്പം കമ്മീഷൻ നിയമിച്ച സമയത്ത് തന്നെ നിങ്ങളതിനെ ആദ്യഘട്ടത്തിൽ അതിനെ എതിർത്ത് തന്നെ രംഗത്തെത്തിയ ആളുകളാണ്. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായും അതിനെ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കമ്മീഷൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ ഇതൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ആദ്യം തന്നെ കമ്മീഷനെ പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങളിവിടെ പന്തം കൊളുത്തി പ്രകടനം നടത്തിയ ആളുകളാണ്. കാരണം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത് മുനമ്പം ജനതയെ ഒന്നുകൂടി പറ്റിച്ചെന്നേ ഞങ്ങൾ പറയുള്ളൂ. മുനമ്പം ജനത ഒരിക്കൽ കൂടി ഒന്ന് പറ്റിക്കപ്പെട്ടു, അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ വിശ്വസിച്ച എല്ലാ പ്രസ്ഥാനങ്ങളും, കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഞങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഇതേ നടക്കുള്ളൂ. കാരണം സാധാരണക്കാരുടെ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. 156 ദിവസങ്ങളായി ഈ പൊരുവെയിലത്ത് ഇവിടെ ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലെന്ന് അടിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മറുപടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ബിൽ തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പുകളുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നാൽ മുനമ്പം ജനത രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് കടലിൻ്റെ മക്കൾ കടലിലേക്ക്. ഇപ്പോൾ കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. അതൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ എല്ലാവരും ഇറങ്ങും. കാരണം ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും. മുനമ്പം ജനത ഇപ്പോൾ പൊരുവേലത്തോടെ ഇരിക്കുന്നത് ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് മുനമ്പം ജനതയുടെ സമരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സമരമുറ കടലിൻ്റെ മക്കൾ കടലിലേക്ക്, ആ ഒരു സമരമുറ അതിൽ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു കയറുമില്ല കടലിൽ നിന്ന്. കാരണം ഞങ്ങൾ ഇത്ര നാൾ നമ്മളൊരു സമരം ചെയ്തത് ഒരു റോഡിലൊരു ബ്ലോക്ക് ഉണ്ടാക്കുകയോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞങ്ങളൊരു പ്രശ്നമില്ലാതെ സമാധാനപരമായി നടത്തിയ ഒരു സമരമാണിത്. അപ്പോൾ ആ സമരത്തെയും ഞങ്ങളുടെ ഇത്രയും ദിവസത്തെ ഞങ്ങളുടെ ഈ ഇരിപ്പിനെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്കെതിരെ പലരും വന്നിരിക്കുന്നത്. തീർച്ചയായും. എന്തായാലും മുനമ്പംകാരെ സംബന്ധിച്ചോളം അവരുടെ ആശങ്ക അത് വളരെ വലുത് തന്നെയാണ്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പലതരം തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അതിൻ്റെ ആ സമയത്ത് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് പോലും അറിയാതെ പല ആളുകളും അവർ അധ്വാനിച്ച പണം കൊടുത്ത് വാങ്ങി തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്ന ആളുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് നീതി ലഭിക്കുക എന്നത് സംബന്ധിച്ച് അവരെ സംബന്ധിച്ചോളം ഇവരൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ സമരത്തിൽ തുടരുന്ന ആളുകളാണ്. ഇപ്പോൾ എന്തായാലും ഈ മുനമ്പം കമ്മീഷൻ ആ ഒരു പ്രശ്നപരിഹാരമാവില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് എത്രയും പെട്ടെന്ന് തീരേണ്ട ഒരു വിഷയം അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണല്ലേ? നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കമ്മീഷനെ നിയമിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും നീണ്ടു പോകാനുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെൻറ് എടുത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ പന്തം കൊടുത്ത് ജാഥ നടത്തിയത്. കമ്മീഷനെതിരായിട്ട് തന്നെയാണ് ഞങ്ങൾ ജാഥ നടത്തിയത്. പിന്നെ ഗവൺമെൻറ് തന്നെ അത് തീരുമാനിച്ച് കമ്മീഷൻ വേണം, അത് വേണ്ടി ഇവിടുത്തെ ജനത്തിന് ഒരു അനുകൂല റിപ്പോർട്ടിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് കമ്മീഷനെ വെച്ചത്. ഞങ്ങൾക്കത് അനുകൂലം ആയിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ഗവൺമെൻറ് കമ്മീഷൻ്റെ തലയിലോട്ട് എടുത്തു വെച്ച് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യം. പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ബില്ല്, വഖഫ് നിയമ ഭേദഗതി ബില്ല് കാത്ത് ഞങ്ങളിരിക്കുകയാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾ ഇത്രയും നാളും ഞങ്ങളുടെ മുത്തച്ഛന്മാരായിട്ട് ഇവിടെ താമസക്കാരാണ്. ഞങ്ങൾക്ക് നീതി നിയമവും ഞങ്ങളെ നിഷേധിക്കപ്പെട്ടവരായിട്ടാണ്
ഇന്നിവിടെ ഇരിക്കണം. ഞങ്ങൾക്ക് പല കേസുകളും ഞങ്ങൾക്ക് ഉണ്ടായെങ്കിലും ആ കേസുകൾ ഞങ്ങൾക്കെതിരായി വന്നപ്പോൾ ഞങ്ങൾ ഇത് പൈസ കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്. പൈസ കൊടുത്ത് വാങ്ങിയിട്ട് 36 വർഷങ്ങൾ റവന്യൂ അവകാശങ്ങൾ സകലതും ഒത്തോടുകൂടി ഞങ്ങൾ ഉപയോഗിച്ച ഭൂമിയാണ് ഇന്ന് ഞങ്ങൾ തടസ്സപ്പെട്ട് ഇരിക്കുന്നത്. മറ്റു കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 തവണ ഈ ഭൂമി പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേട്ടിലെത്തിയ ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും വളരെയധികം ഈ പ്രദേശത്തെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരും ചെയ്യും. കാരണം ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കുടുംബങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വെയിലത്തും ഒത്തിരി പേർ ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും.